ഒരു വിവരവും വിവേകവും സംസ്കാരവും ജനാധിപത്യ ബോധവുമുള്ള ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ രാജ്യത്തെ ഓരോ വർഷം കഴിയുന്തോറും പരമാവധി എല്ലാ മേഖലകളിലും മുന്നോട്ട് നയിക്കും. എന്നാൽ വിവരവും വിവേകവും സംസ്കാരവും ജനാധിപത്യ ബോധവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ രാജ്യം എത്ര തകർന്നാലും സ്വന്തം അധികാരം എങ്ങനെ നിലനിർത്തും എന്നുള്ളതിൽ മാത്രമായിരിക്കും ശ്രദ്ധിക്കുക. ആ അവസ്ഥയാണ് കഴിഞ്ഞ 12 വർഷങ്ങളായി ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇന്ത്യ പാകിസ്ഥാനേക്കാളും, അതെ നിങ്ങൾ കേട്ടത് ശരിയാണ്, പാകിസ്ഥാനേക്കാളും പിന്നിൽ പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനാവുമോ പാകിസ്ഥാനേക്കാളും രാജ്യം പിന്നോട്ട് പോവുക എന്നുള്ളത്? പാകിസ്ഥാനേക്കാളും മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളെക്കാളും ബഹുദൂരം പിന്നോട്ട് പോവുകയാണ് ഇന്ത്യ ചെയ്തത്. മോദിയുടെ ഏറ്റവും പുതിയ ഈ വമ്പിച്ച നേട്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ ഏകാധിപതികളും പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ്. ഒരു വിഭാഗം ജനങ്ങളോട് അവർ പറയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം മറ്റൊരു വിഭാഗം ജനങ്ങൾ ആണെന്ന്. അങ്ങനെ ജനങ്ങളെ മതത്തിൻ്റെ, ജാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിഘടിപ്പിച്ചാണ് അവർ തങ്ങളുടെ ഏകാധിപത്യ ഭരണം തുടർന്നു പോകുന്നത്. പ്രത്യേകിച്ചും വളരെയധികം ജനങ്ങൾക്ക് ചിന്താശക്തിയും വിവേകവും ഇല്ലാത്ത രാജ്യത്താണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെ ജനങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ മറക്കും. അവർക്കുള്ള പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു കാരണം മറ്റൊരു വിഭാഗം ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കും. പിന്നെ അവരുടെ ചിന്തയും പ്രവൃത്തിയും മുഴുവൻ എങ്ങനെ മറ്റു വിഭാഗം ജനങ്ങളെ ആക്രമിക്കാം, അടിച്ചമർത്താം, ഇല്ലാതാക്കാം എന്നിവ മാത്രമായിരിക്കും. ജനങ്ങൾക്ക് ഒരിക്കലും ചിന്താശക്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം ഏകാധിപതികൾ ദിനം പ്രതി 100 കണക്കിന് പ്രപ്പഗാന്തകളും ഫേക്ക് ന്യൂസുകളും അവരുടെ തലച്ചോറിലേക്ക് കയറ്റിവിടും. അവർ പിന്നീട് കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നതും ഈ പ്രപ്പഗാന്തകൾ മാത്രമായിരിക്കും. അങ്ങനെയാണ് യാതൊരു കഴിവും വിവേകവും സംസ്കാരവും ജനങ്ങളെക്കുറിച്ച് യാതൊരു ആകുലതയും ഇല്ലാത്ത നരേന്ദ്രമോദി തുടർച്ചയായി ഭരണം നിലനിർത്തുന്നത്. ഈ അടുത്ത കാലത്ത് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്ന് ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് വീണത് നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കും. അതുമാത്രവുമല്ല, ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP ബംഗ്ലാദേശിനേക്കാൾ പിന്നിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഉണ്ടായ വീഴ്ച പത്രസ്വാതന്ത്ര്യത്തിൽ ആണ്. റിപ്പോർട്ടേഴ്സ് വിത്ത് ബോർഡേഴ്സിന്റെ 2024 കണക്ക് പ്രകാരം 180 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം 157 വീണിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 158 ആയിരുന്നതിൽ നിന്ന് 5 സ്ഥാനങ്ങൾ മെച്ചപ്പെട്ട് 153 എത്തിയിരിക്കുകയാണ്. 2025 ഇന്ത്യയുടെ സ്ഥാനം 151 ആയിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത പ്രസ് ഫ്രീഡം ഇൻഡെക്സ് കണ്ടുകൊള്ളൂ. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലാം വളരെ ഡേഞ്ചറസായ, മോശമായ പത്രസ്വാതന്ത്ര്യമാണ് ഉള്ളത്. റൈറ്റ് സൈഡിലെ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാം. ഏറ്റവും മികച്ച പത്രസ്വാതന്ത്ര്യം ഉള്ള രാജ്യം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ്. 1 മുതൽ 7 വരെ സ്ഥാനത്തുള്ള രാജ്യങ്ങളെ കണ്ടോ? നോർവേ മുതൽ അയർലൻഡ് വരെ യൂറോപ്യൻ രാജ്യങ്ങൾ. 8 മുതൽ 43 വരെ സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളിലും താരതമ്യേന വളരെ മികച്ച പത്രസ്വാതന്ത്ര്യമാണ് ഉള്ളത്. പിന്നീടുള്ള രാജ്യങ്ങളാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് മുതൽ താഴേക്ക് കാണുന്നത്. നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിന്റെ സ്ഥാനം എത്രയാണ് എന്ന് കണ്ടോ? 87. മലേഷ്യ 95ാം സ്ഥാനത്ത്. ഹെയ്ത്തി, അങ്കോള, കെനിയ, മാലദ്വീപ് എന്നീ രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനത്താണ്. സൊമാലിയയുടെ സ്ഥാനം 128, ഉഗാണ്ടയുടേത് 131. നമ്മുടെ തൊട്ട് അയൽരാജ്യമായ കൊച്ചു രാജ്യമായ ശ്രീലങ്കയുടേത് 134. തായ്ലൻഡ്, ചാഡ്, ടോഗോ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അത്ര മികച്ച പത്രസ്വാതന്ത്ര്യം ഇല്ല. ഏറ്റവും ഡേഞ്ചറസ് ആയ രാജ്യങ്ങളാണ് ഡീപ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഹോങ്കോങ്, സിറിയ, ഖസാക്കിസ്ഥാൻ അങ്ങനെ പോകുന്നു. നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനിലെ ഇൻഡെക്സ് 150, ബംഗ്ലാദേശിലെ 152, പാകിസ്ഥാൻ 153. എന്തിനേറെ പറയുന്നു, പലസ്തീൻ വരെ ഇന്ത്യയേക്കാൾ മെച്ചമാണ്, 156ാം സ്ഥാനത്ത്. വിശ്വഗുരു മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ 157ാമത്. ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി ആണ് എന്നാണ് മോദിയും കൂട്ടരും പറയുന്നത്.
മദർ ഓഫ് ഡെമോക്രസിയിൽ പത്രസ്വാതന്ത്ര്യം പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഭൂട്ടാനേക്കാളുമൊക്കെ പരമദയനീയം. ഇന്ത്യയുടെ സ്ഥാനം ലോകത്തെ ഏറ്റവും ജനാധിപത്യമില്ലാത്ത ഏകാധിപതികൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഭരിക്കുന്ന ശിഥിലമായ രാജ്യങ്ങൾക്ക് തുല്യമാക്കി നരേന്ദ്രമോദി. വെനിസ്വേല, ക്യൂബ, സുഡാൻ, ഇറാഖ്, മ്യാൻമാർ, ടർക്കി, റഷ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന, നോർത്ത് കൊറിയ, എറിട്രിയ എന്നീ രാജ്യങ്ങളുടെ നിലയിലാണ് മോദി ഇന്ത്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇനിയും എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകാനുള്ള സർവ്വലക്ഷണവും ഉണ്ട്. 2025 ഇന്ത്യയുടെ സ്ഥാനം 2024 159 നിന്ന് 151 മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ ആ മെച്ചവും കാര്യമായതല്ല എന്ന് ഇവിടെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. അത് മിസ്ലീഡിംഗ് ആണ്. രാജ്യത്തിന്റെ സ്കോർ ഒരു തുള്ളി മാത്രം മുന്നോട്ട് പോയതേ ഉള്ളൂ. അതാണ് വീണ്ടും അതിനേക്കാൾ പരമദയനീയമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ചില വ്യക്തമായ തെളിവുകൾ കണ്ടുകൊള്ളൂ. ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തുകയില്ല, അയാൾ വിശ്വഗുരുവാണ്, അല്ലെങ്കിൽ അയാളെ പുകഴ്ത്തി പറയുന്ന ജേർണലിസ്റ്റുകളും യൂട്യൂബേഴ്സും ആയി മാത്രമേ സംസാരിക്കുകയുള്ളൂ, അതുപോലെ വിമർശിക്കുന്നവരെ അടിച്ചമർത്തും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അവരെ വിമർശിക്കുന്ന ഇന്ത്യയിലെ പത്രപ്രവർത്തകരെ BJP നിരന്തരമായി പീഡിപ്പിക്കും എന്ന്. 2023 മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 6000 ബ്ലോക്കിംഗ് ഓർഡറുകളായിരുന്നു ഇറക്കിയിരുന്നത്. എങ്കിൽ 2024 ആയപ്പോഴേക്കും അത് ഇരട്ടിയിലധികമായി 12600 കുതിച്ചു കയറി. ഒറ്റ വർഷം കൊണ്ട് തലേ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം കണ്ടന്റുകളാണ് ബ്ലോക്ക് ചെയ്തത്. NDTVയുടെ ഈ വാർത്ത അനുസരിച്ച് 2025 മാത്രം 24300 അവരെ വിമർശിക്കുന്ന കണ്ടന്റുകളാണ് ബ്ലോക്ക് ചെയ്യാൻ ഉത്തരവിട്ടത്. അതിൽ പകുതിയും എക്സിൽ ഉള്ള കണ്ടന്റുകൾ ആയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത അനുസരിച്ച് 60% ബ്ലോക്ക് ഓർഡറുകൾ എക്സിനും 25% ഫേസ്ബുക്കിനും 5% യൂട്യൂബിനും ആയിരുന്നു. അതുപോലെ മോദി സർക്കാരും അവരുടെ 2 രൂപ കൂലികളും എക്സിലൂടെ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസുകൾക്ക് അടിയിലായി ആളുകൾ അത് ഫേക്ക് ആണെന്ന് തുറന്നു കാണിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി നോട്ടുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ ആ കമ്മ്യൂണിറ്റി നോട്ടുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി IT റൂളിൽ ഭേദഗതി വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് തെറ്റ് കണ്ടാൽ തെറ്റാണ്, ഫേക്ക് ന്യൂസ് ആണ് എന്ന് സംഖ്യകൾ പ്രചരിപ്പിക്കുന്ന ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ആർക്കും ഇനി പറയാൻ സാധിക്കുകയില്ല. അതിനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, വളരെയേറെ എക്സ് അക്കൗണ്ടുകളെ ഗവൺമെന്റ് ഉത്തരവിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നീട് പലരും കോടതിയിൽ പോയി ആ ഉത്തരവ് പിൻവലിപ്പിച്ചു എന്നുള്ളതും വാസ്തവമാണ്. അതേസമയം സംഖ്യകളും RSSും ബജരംഗദളും മറ്റ് ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളും മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും 1300 ഹെയ്റ്റ് സ്പീച്ചുകളാണ് 2025 നടത്തിയത്. എന്നാൽ ഇതിനെതിരെ കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല, എടുക്കുകയുമില്ല. അതുപോലെ NDTVയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇന്ത്യക്കാരിൽ നിന്ന് സൈബർ ക്രിമിനൽസ് 23,000 കോടി രൂപയാണ് 2024 മാത്രമായി കൊള്ളയടിച്ചത്. ഇതൊന്നും നിയന്ത്രിക്കാൻ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് സമയമില്ല. സത്യം പറയുന്ന മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയും അടിച്ചൊതുക്കി ഏകാധിപതി പാകിസ്ഥാനേക്കാൾ തരംതാണ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയെ. ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളും എല്ലാ രംഗങ്ങളിലും പതിയെ പതിയെ ഇന്ത്യയേക്കാൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എല്ലാ രംഗങ്ങളിലും തകരുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യക്കാർ. എന്നാൽ ഇതെല്ലാം വിശ്വഗുരു മോദിയുടെ കീഴിൽ ഇന്ത്യ കുതിക്കുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ടാണ് എന്ന് യാതൊരു മടിയും കൂടാതെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യും മോദി ബ്രെയിൻ വാഷ് ചെയ്ത മന്ദഭക്തർ. ആട്ടിൻ കാഷ്ടവും കൂർക്കക്കിഴങ്ങും തിരിച്ചറിയാനുള്ള ശേഷി അവർക്ക് പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയെക്കാളും നേപ്പാളിനേക്കാളും ഭൂട്ടാനേക്കാളും എന്തിനേറെ പറയുന്നു പാകിസ്ഥാനേക്കാളും നമ്മളെ പിന്നിലേക്ക് നയിച്ച നരേന്ദ്രമോദിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?